ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണല്ലേ വീഡിയോ ഇടുന്നത്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, രാവിലെ കുളിച്ചിട്ടില്ലെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് വഴക്കേക്കും. അതുകൊണ്ടാണ് നേരത്തെ കുളിച്ചത്. അല്ലെങ്കിൽ ഇത്ര നേരത്തെ കുളിക്കുന്ന പതിവൊന്നുമില്ല കേട്ടോ. പിന്നെ രാവിലെ തന്നെ നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുകളിൽ ബാൽക്കണിയിലൊക്കെ പോയിരുന്നു. രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടണ മഴ മിസ്സാക്കി കളയരുതല്ലോ. നമ്മുടെ ദുബായിലെ നല്ല കൊടും ചൂടിന്ന് ഈ മഴത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ നാട്ടിൽ. കുറച്ച് സമയം ആ ഇരുത്ത് അങ്ങനെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്നതാണ് എൻ്റെ വീട്ടിലെ പോരാളി. ശരിക്കും വീട്ടിലെ പോരാളീൻ്റെ വില അറിയണമെങ്കിൽ അവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കണം അല്ലേ. ഒരു 1 ഇയർ മുമ്പ് എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നല്ലൊരു ജോലി കിട്ടി രക്ഷപ്പെടണമെന്ന്. എൻ്റെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേട്ടോണ്ടാണോ എന്നറിയില്ല, വൈകാതെ തന്നെ എനിക്ക് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറേണ്ടി വന്നു. വേറെ എങ്ങോട്ടല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ദുബായിലേക്കാണ്. നമ്മുടെ നാടിനേക്കാളും വലിയ സ്വർഗം വേറെ എവിടെ ഇല്ല എന്നുള്ള തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങ് ദുബായ് വരെ വരേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് നമ്മുടെ കൺമുന്നിലുണ്ടായിരുന്ന കാര്യങ്ങളുടെയൊക്കെ വാല്യൂ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടോ. എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി. നമുക്കിനി നമ്മുടെ ക്യാഷ് കൊണ്ട് എല്ലാം ചെയ്യാം. നമുക്ക് പൈസയ്ക്ക് വേണ്ടി ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. അതൊക്കെ കാര്യം ശരിയാണെങ്കിലും നമുക്ക് ഈ വീക്ക്ലി 1 ഡേ മാത്രമേ ഇവിടെ ഓഫ് ഉണ്ടാവുള്ളൂ. ആ കിട്ടുന്ന ഓഫ് ശരിക്കും പറഞ്ഞാൽ കിടന്നുറങ്ങാൻ പോലും സമയം കിട്ടാറില്ല. നമുക്കങ്ങ് ഉറങ്ങിയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ പോലും കിട്ടില്ല ആ ഒരു ഡേ. ഇവിടുത്തെ ലൈഫ് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, ഫുഡ് ഉണ്ടാക്കുക, ജോബിന് പോവുക, തിരിച്ച് വീട്ടിലേക്ക് വരിക, പിറ്റേന്നും സെയിം തിങ്സ് തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ശരിക്കും ജീവിക്കാൻ തന്നെ മറന്നു പോകും. പക്ഷേ വേറൊരാൾക്ക് ഇത് കാണുമ്പോൾ എന്താ, നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ലൈഫ്, നമ്മൾ ദുബായിലൊക്കെ പോയി വെൽ സെറ്റുള്ള ജോബായി, ഇനി പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. പക്ഷേ ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അനുഭവിച്ചവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന, അതായത് പുറത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള എല്ലാ പ്രവാസികളുടെയും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒക്കെ തോന്നും, അച്ഛൻ്റെയും അമ്മേൻ്റെയും ആ ചെറിയ കുട്ടി തന്നെ ആയിരുന്നാൽ മതിയായിരുന്നു, എത്ര പെട്ടെന്ന് വലുതാവേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ തോന്നും കേട്ടോ. പിന്നെ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിലൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാവുകയുള്ളൂ. നാട്ടിൽ നിന്ന് വിട്ടു നിന്നതിലുള്ള ആകെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആകെ ഒരു ഗുണമല്ല, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ അടുക്കളയുടെ പരിസരത്ത് പോലും ഞാൻ പോവാറില്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ മാത്രം അടുക്കളയിൽ പോകുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഞാൻ കുക്കിംഗ് പഠിച്ചു. ഇവിടെ വന്ന് മണി മാനേജ് ചെയ്യാൻ പഠിച്ചു. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഓരോ ഡേയ്സും നമ്മളെ ഓരോ പാഠമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞങ്ങ് കാട് കയറിയില്ലേ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവിടുത്തെ ലൈഫ്. ഇപ്പം ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഫോണിലും അങ്ങനെയൊക്കെ നോക്കിയിരുന്നാലും, പക്ഷെ ഇപ്പം നമുക്ക് അതിൻ്റെയൊക്കെ ഒരു വാല്യൂ മനസ്സിലായപ്പോൾ നമ്മൾ ഇവരുടെ കൂടെ ഉള്ള സമയമെങ്കിലും ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലാണ്, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അച്ഛനും എല്ലാവരും ഉണ്ട് വീട്ടിൽ, അമ്മയും അച്ഛനും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അൽഫാം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ആക്ച്വലി വീഡിയോയിൽ കാണിക്കുന്ന കാര്യത്തിനെ കുറിച്ചല്ല ഞാൻ വീഡിയോയിൽ സംസാരിച്ചേക്കണേ. പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങളത് അൽഫാമിനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തി. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ പുരട്ടി. അത് കുക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനാണ് പ്ലാൻ.
ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ അൽഫാം ഉണ്ടാക്കി നോക്കുന്നത്. യൂട്യൂബ് നോക്കി റെസിപ്പിയൊക്കെ നോക്കി, റെസിപ്പി നോക്കി കൊടുക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. ബാക്കിയെല്ലാം അമ്മ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഞാൻ ചുമ്മാ നോക്കിയൊന്ന് വീഡിയോ എടുത്ത് അത്രയേ ഉള്ളൂ. ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മുടെ അതേ സെയിം ടേസ്റ്റൊക്കെ വന്നു. സംഭവം അടിപൊളിയായിരുന്നു കഴിച്ചിട്ട്. അൽഫാമിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തി അമ്മ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനിത് ആയോ എന്ന് നോക്കി കണ്ടപ്പോൾ ഉള്ള ഹാപ്പിനെസ്സാണ് കേട്ടോ മുഖത്ത്. ഫസ്റ്റ് ടൈം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ ഉള്ള ഹാപ്പിനെസ്സില്ലേ അത്. അമ്മ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 3 പേരോട് ഇരുന്ന് കഴിക്കുകയാണ്. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇതെൻ്റെ ഒരു ഫുൾ ഡേ ഒന്നുമില്ല കേട്ടോ. കുറച്ച് ഒരു ഡേയിലെ റാൻഡം ക്ലിപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തൊരു വീഡിയോ ആണ്. ഫുൾ ഡേ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും.